അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 14-ാം തിരുവചനം. ഇവർ ഏകമനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഓർമ്മിക്കുക, ഈ ഭൂമിയിൽ നമുക്ക് ശാരീരികമായി ജന്മം നൽകിയ ഒരമ്മയുണ്ടായിരിക്കുക എന്നതുപോലെ ആത്മീയ ജീവിതത്തിലും ഒരമ്മയുണ്ടാവുക എന്നത് ദൈവിക പദ്ധതിയാണ്. എല്ലാ മനുഷ്യരുടെയും മാതാവായി ദൈവം തിരഞ്ഞെടുത്ത് നിയമിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം. ഇത് ദൈവത്തിന്റെ നിത്യതയിലുള്ള പദ്ധതിയുടെ ഭാഗമാണ്. വിശുദ്ധ അൽഫോൺസ് ലിഗോരി പഠിപ്പിക്കുന്നു, ശാരീരിക ജനനത്തിന് മാതാപിതാക്കൾ ഉണ്ടായിരിക്കുക എന്നത് പ്രകൃതിയുടെ അലംഘനീയമായ നിയമമാണ്. അതുപോലെ തന്നെയാണ് അതിസ്വാഭാവിക ജനനവും. അതിന് ദൈവം പിതാവും മറിയം മാതാവുമാണ്. മറിയം മാതാവല്ലാത്തവന് ദൈവം പിതാവല്ല. പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ അമ്മയായിരിക്കുക എന്നത് ഈശോയുടെ സമ്മാനം എന്നതിലുമുപരി ദൈവപിതാവിന്റെ പദ്ധതിയാണ്. പിതാവായ ദൈവമാണ് മാനവലോകത്തിന് മാതാവായി പരിശുദ്ധ കന്യകാമറിയത്തെ നൽകിയത്. തന്റെ ഏകജാതന് നൽകുന്നതെല്ലാം ദത്തപുത്രർക്കും നൽകുക എന്നത് ദൈവത്തിന്റെ നീതിയായിരുന്നു. മറിയത്തിൽ നിന്നും ജനിച്ച ആദ്യപുത്രൻ മനുഷ്യനായി തീർന്ന ദൈവപുത്രനും രണ്ടാമത് ജനിച്ചത് ദൈവപുത്രരായി തീരേണ്ട മനുഷ്യരുമാണ്. അനാദിയിൽ തന്നെ പിതാവ് നമുക്കായി കരുതി വച്ചിരിക്കുന്ന അമ്മയെ ദൈവപുത്രന്റെ സ്ഥാനത്തു നിന്ന് സ്വന്തം അമ്മയായി സ്വീകരിച്ച് ദൈവമക്കളായി ജീവിക്കുവാൻ വേണ്ട കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്വർഗം തുറക്കുമമ്മ, നമുക്കായി സ്വപ്നങ്ങൾ നൽകുമമ്മ. സ്വർഗം തുറക്കുമമ്മ, നമുക്കായി സ്വപ്നങ്ങൾ നൽകുമമ്മ. സാന്ത്വനമേകുവാൻ വിണ്ണിലെ മേഘമായി വരമഴ പൊഴിയുന്നോരമ്മ. സാന്ത്വനമേകുവാൻ വിണ്ണിലെ മേഘമായി വരമഴ പൊഴിയുന്നോരമ്മ. പരിശുദ്ധ കന്യക മേരിയമ്മ, സ്വർഗം തുറക്കുമമ്മ, നമുക്കായി സ്വപ്നങ്ങൾ